ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു സിവിൽ ടിപ്സ് PSC. അപ്പോൾ ഇന്ന് നമ്മൾ നിമി ടെസ്റ്റ് സീരീസിലെ 17ാമത്തെ വീഡിയോയാണ്. റൂഫ് എന്ന ടോപ്പിക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും ഒരുമിച്ച് കാണാനായിട്ട് നമ്മൾ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിമി ടെസ്റ്റ് സീരീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബണ്ടിലുണ്ടാവും. അത് ആ ഒരു ബണ്ടിൽ നിങ്ങൾക്ക് നമ്മുടെ ഈ നിമി ടെസ്റ്റ് സീരീസിലുള്ള എല്ലാ വീഡിയോസും ഒരുമിച്ച് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ 59 രൂപ പേയ്മെൻറ്റ് ചെയ്ത് സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ റൂഫിലുള്ള ക്വസ്റ്റ്യൻസാണ് ഇന്ന് നോക്കുന്നത്. നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് റാഫ്റ്റർ സപ്പോർട്ട് എക്സ്റ്റെൻഡ് ഫ്രം ഈവ്സ് ടു റിഡ്ജ്? ഓക്കെ, വിച്ച് റാഫ്റ്റർ സപ്പോർട്ട് എക്സ്റ്റെൻഡ് ഫ്രം ഈവ്സ് ടു റിഡ്ജ്? ഈവ്സ് മുതൽ റിഡ്ജ് വരെ സപ്പോർട്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ആ ഒരു റാഫ്റ്റർ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ വേലി റാഫ്റ്റർ ഉണ്ട്, റിഡ്ജ് റാഫ്റ്റർ ഉണ്ട്, കോമൺ റാഫ്റ്റർ ഉണ്ട്, പ്രിൻസിപ്പൽ റാഫ്റ്റർ ഉണ്ട്. ഏതാണ് ആൻസർ? ആൻസർ ഏതാണ്? ഈവ്സ് മുതൽ റിഡ്ജ് വരെയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, കോമൺ റാഫ്റ്റർ ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇവിടെ ഈവ്സ് മുതൽ റിഡ്ജ് വരെയാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ ഏതാണ്? കോമൺ റാഫ്റ്റർ ആണ്. ഓക്കെ, കോമൺ റാഫ്റ്റർ ആണ്. ഇതിൻ്റെ ഈ ഒരു റൂഫിലുള്ള ടെക്നിക്കൽ ടൈംസ് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കത് നോക്കാം. ഇവിടെ എന്നാലും ഞാനൊരു കാര്യം പറയാം. നിങ്ങൾക്ക് ഈ പ്രിൻസിപ്പൽ റാഫ്റ്ററും കോമൺ റാഫ്റ്ററും തമ്മിൽ മാറിപ്പോകരുത്. ഓക്കെ, പ്രിൻസിപ്പൽ റാഫ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു ട്രസ് വയ്ക്കുകയാണെങ്കിൽ ഓക്കെ ഇതൊരു ട്രസ്സാണെന്ന് സങ്കല്പിക്കുക. ഓക്കെ, ഇതൊരു ട്രസ്സാണെങ്കിൽ ഈ ട്രസ് നമ്മൾ എവിടെയാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്? ഈ ട്രസ് നമ്മൾ ടെംപ്ലേറ്റിലാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ട്രസ് നമ്മൾ ടെംപ്ലേറ്റിലാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ദെൻ ഈ ട്രസ്സിൻ്റെ ഈ ഒരു പോർഷനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? പ്രിൻസിപ്പൽ റാഫ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ട്രസ്സിലുള്ള ഈ ഒരു ഇംഗ്ലണ്ട് മെമ്പറിനെയാണ് എന്തോന്ന് പറയുന്നത്? പ്രിൻസിപ്പൽ റാഫ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രിൻസിപ്പൽ റാഫ്റ്ററും കോമൺ റാഫ്റ്ററും തമ്മിൽ മാറിപ്പോകരുത്. കോമൺ റാഫ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ റൂഫിലും പ്രൊവൈഡ് ചെയ്യുന്ന റാഫ്റ്ററിനെയാണ്, കോമൺ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന റാഫ്റ്ററിനെയാണ് കോമൺ റാഫ്റ്റർ എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ റാഫ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രസ്സിൽ കൊടുക്കുന്ന ഈ ഒരു ഇംഗ്ലണ്ട് മെമ്പറിനെയാണ് എന്തോന്ന് പറയുന്നത്? നമ്മൾ പ്രിൻസിപ്പൽ റാഫ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ട്രസ് നമ്മൾ സ്പാൻ എത്ര കൂടുമ്പോഴാണ് കൊടുക്കുന്നത്? ട്രസ് നമ്മൾ സ്പാൻ ഗ്രേറ്റർ ദാൻ 4.8 മീറ്ററിനേക്കാളും കൂടുമ്പോഴാണ്. ഓക്കെ, സ്പാൻ ഗ്രേറ്റർ ദാൻ 4.8 മീറ്ററിനേക്കാളും കൂടുമ്പോഴാണ് നമ്മൾ ട്രസ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് എ റാഫ്റ്റർ പ്രൊവൈഡഡ് അറ്റ് ജംഗ്ഷൻ ഓഫ് 2 സ്ലോപ്പ്? 2 സ്ലോപ്പിൻ്റെ ജംഗ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്ന റാഫ്റ്റർ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ ജാക്ക് റാഫ്റ്റർ ഉണ്ട്, കോമൺ റാഫ്റ്റർ ഉണ്ട്, ഹിപ്പ് റാഫ്റ്റർ ഉണ്ട്, പ്രിൻസിപ്പൽ റാഫ്റ്റർ ഉണ്ട്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഡൗട്ടുള്ളവർക്കാണെങ്കിൽ 2 ഓപ്ഷൻ നമുക്ക് ആദ്യമേ തന്നെ എടുത്ത് മാറ്റണം. ഇവിടെ ഏതൊക്കെയാണ്? കോമൺ റാഫ്റ്ററും പ്രിൻസിപ്പൽ റാഫ്റ്ററും നമുക്ക് ആദ്യമേ തന്നെ എടുത്ത് മാറ്റാൻ പറ്റും. പിന്നീട് നമുക്ക് ഡൗട്ട് വരുന്നത് ജാക്ക് റാഫ്റ്ററും ഹിപ്പ് റാഫ്റ്ററും ആണല്ലേ. ഇവിടെ ആൻസർ ഏതാണ് ചോദിച്ചിരിക്കുന്നത്? ജംഗ്ഷൻ ഓഫ് 2 സ്ലോപ്പ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഹിപ്പ് റാഫ്റ്റർ. ഓക്കെ, ഹിപ്പ് റാഫ്റ്റർ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ജാക്ക് റാഫ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ജാക്ക് റാഫ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ കോമൺ റാഫ്റ്ററിനേക്കാളും ഷോർട്ട് ടേൺ ആയിട്ടുള്ള, അതായത് കോമൺ റാഫ്റ്ററിനേക്കാളും ലെന്ത് കുറഞ്ഞ റാഫ്റ്ററിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? ജാക്ക് റാഫ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ജാക്ക് റാഫ്റ്ററും ഹിപ്പ് റാഫ്റ്ററും തമ്മിൽ മാറിപ്പോകല്. ജാക്ക് റാഫ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ റാഫ്റ്ററിനേക്കാളും ഷോർട്ട് ടേൺ ആയ റാഫ്റ്ററിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? ജാക്ക് റാഫ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ആൻസർ ഹിപ്പ് റാഫ്റ്റർ ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ജംഗ്ഷൻ ഓഫ് 2 സ്ലോപ്പ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ വരുന്നത് ഹിപ്പ് റാഫ്റ്റർ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ എഡ്ജ് ഓഫ് റൂഫ് റണ്ണിങ് ബിറ്റ്വീൻ ദ ഈവ്സ് ആൻഡ് റിഡ്ജ്? ഈവ്സിനും റിഡ്ജിനും ഇടയിലുള്ള റൂഫിൻ്റെ എഡ്ജ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ വരുന്നത് വെർജ്, ക്ലീറ്റ്, ടെംപ്ലേറ്റ്, പർലി. ഏതാണ് ആൻസർ? ആൻസർ ഏതാണ്? എഡ്ജ് പോർഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ വെർജ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, വെർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ഗേബിൾ റണ്ണിങ്ങിൻ്റെ എൻഡിനെയാണ് നമ്മൾ വെർജ് എന്ന് പറയുന്നത്. അത് ഏതിൻ്റെ ബിറ്റ്വീൻ ആയിരിക്കും? ഈവ്സിനും റിഡ്ജിനും ബിറ്റ്വീൻ ആയിരിക്കും. ഓക്കെ, ആ ഒരു ഗേബിൾ റണ്ണിങ്ങിൻ്റെ ഏറ്റവും എഡ്ജ് പോർഷനെയാണ് നമ്മൾ വെർജ് എന്ന് പറയുന്നത്. അത് ഈവ്സിനും റിഡ്ജിനും ബിറ്റ്വീൻ ആയിരിക്കും. ഓക്കെ, പിന്നെ ക്ലീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പർലിനെ സപ്പോർട്ട് ചെയ്യാൻ കൊടുക്കുന്നത്. പർലിൻ സ്ലൈഡിങ് ആവാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു സപ്പോർട്ട് മെമ്പറിനെയാണ് നമ്മൾ എന്തോ പറയുന്നത്?
ക്ലീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി നമുക്ക് ലാസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ടേംഡ് ആസ് ദ ഇൻക്ലിനേഷൻ ഓഫ് റൂഫ്? റൂഫിൻ്റെ ഇൻക്ലിനേഷന് നമ്മൾ എന്ത് പറയുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ ഈവ്സ് ഉണ്ട്, പിച്ച് ഉണ്ട്, ഹിപ്പ് ഉണ്ട്, ഗേബിൾ ഉണ്ട്. ഏതാണ് ആൻസർ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, പിച്ച് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ എക്കണോമിക്കൽ സ്പാൻ ഫോർ കോളാർ ബീം റൂഫ്? ഓക്കെ, വാട്ട് ഈസ് ദ എക്കണോമിക്കൽ സ്പാൻ ഫോർ കോളാർ ബീം റൂഫ്? കോളാർ ബീം റൂഫിന് എക്കണോമിക്കൽ ആയിട്ടുള്ള സ്പാൻ ഏതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ 5.5 മീറ്റർ ഉണ്ട്, 5 മീറ്റർ ഉണ്ട്, 4.7 മീറ്റർ ഉണ്ട്, 4.3 മീറ്റർ ഉണ്ട്. ഏതാണ് ആൻസർ? കോളാർ ബീം റൂഫാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 5 മീറ്റർ ആണ്. ഓക്കെ, 5 മീറ്റർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ആ കോളാർ ബീമിൻ്റെ എക്കണോമിക്കൽ സ്പാൻ എന്ന് പറയുന്നത് എത്രയാണ്? 5 മീറ്റർ ആണ്. ഓക്കെ, ഇവിടെ ആ ഒരു നിമ്മിയുള്ള പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോളാർ ബീം റൂഫ്, ഇവിടെ ആ ഒരു 5 എന്ന് പറയുന്ന ആ ഒരു സെൻറ്റൻസ് ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, ദിസ് റൂഫ് ഈസ് സ്യൂട്ടബിൾ ഫോർ സ്പാൻ അപ് ടു 5 മീറ്റർ. ഓക്കെ, ദിസ് റൂഫ്, അതായത് ഈ കോളാർ ബീം റൂഫ് സ്പാൻ അപ് ടു 5 മീറ്റർ വരുന്ന സന്ദർഭങ്ങളിലാണ് നമ്മൾ ഈ ഒരു കോളാർ ബീം റൂഫ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ബാക്കി ഈ ഒരു ഇതിലുള്ള ബാക്കി പോയിന്റ്സ് നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ എക്കണോമിക്കൽ സ്പാൻ റേഞ്ച് ഫോർ ദ കിങ് പോസ്റ്റ് ട്രസ്? കിങ് പോസ്റ്റ് ട്രസ്സിന് എക്കണോമിക്കൽ ആയിട്ടുള്ള സ്പാൻ റേഞ്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ 5 to 8 മീറ്റർ ഉണ്ട്, 3 to 4.5 മീറ്റർ ഉണ്ട്, 9 to 10 മീറ്റർ ഉണ്ട്, 11 to 12 മീറ്റർ ഉണ്ട്. ഏതാണ് ആൻസർ? കിങ് പോസ്റ്റ് ട്രസ്സിൻ്റെതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഏതാണടാ? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ 5 to 8 മീറ്റർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ബ്രിക്ക് സൈസ് യൂസ്ഡ് ഇൻ മദ്രാസ് ടെറൈസ് റൂഫ്? മദ്രാസ് ടെറൈസ് റൂഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രിക്കിൻ്റെ സൈസാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ 10/60/20 സെൻറ്റിമീറ്റർ ഉണ്ട്, 12/65/20 സെൻറ്റിമീറ്റർ ഉണ്ട്, 18/80/25 സെൻറ്റിമീറ്റർ ഉണ്ട്, 15/75/25 സെൻറ്റിമീറ്റർ ഉണ്ട്. ഏതാണ്? എല്ലാ ഡയമെൻഷനും സെൻറ്റിമീറ്ററാണ് തന്നിരിക്കുന്നത്. ഇവിടെ ആൻസർ ഏതാണടാ? മദ്രാസ് ടെറൈസ് റൂഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രിക്കിൻ്റെ സൈസാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഇവിടെ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി 15/75/25 സെൻറ്റിമീറ്റർ ആണ് ആ ഒരു ബ്രിക്കിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഫ്ലാറ്റ് റൂഫ് ഈസ് പ്രൊവൈഡഡ് വിത്ത് ടയർ റോഡ്? ടയർ റോഡിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫ്ലാറ്റ് റൂഫ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ RCC റൂഫ് ഉണ്ട്, ബംഗാൾ ടെറൈസ് ഉണ്ട്, മദ്രാസ് ടെറൈസ് ഉണ്ട്, ജേക്കാർസ് റൂഫ് ഉണ്ട്. ഏതാണ് ആൻസർ? ടയർ റോഡാണ് ചോദിച്ചിരിക്കുന്നത്. ടയർ റോഡിൽ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, പ്രൊവൈഡഡ് വിത്ത് ടയർ റോഡ്, ടയർ റോഡ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്ന റൂഫ്, ഫ്ലാറ്റ് റൂഫ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ജാക്ക് ആർസ് റൂഫാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഡേയ്സ് ആർ റെക്കമെൻഡഡ് ടു സെറ്റ് ദ കോൺക്രീറ്റ് ജനറലി ഇൻ മദ്രാസ് ടെറൈസ് റൂഫ്? ഓക്കെ, നമ്മൾ മദ്രാസ് ടെറൈസ് റൂഫ് ആ ഒരു ബ്രിക്കിൻ്റെ സൈസിൻ്റെ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു. ആ ഒരു മദ്രാസ് ടെറൈസ് റൂഫിലെ തന്നെ നമ്മൾ ആ ഒരു കോൺക്രീറ്റ് ചെയ്യുമ്പോൾ എത്ര ഡേയ്സ് ആണ് സെറ്റ് ചെയ്യാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. ഏതാണ് ആൻസർ? ആൻസർ ഏതാണടാ? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, 3 ആണ് ഇവിടുത്തെ 3 ഡേയ്സ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അതായത് ഈ ഒരു മദ്രാസ് ടെറൈസ് റൂഫിൽ നമ്മൾ ആ ഒരു ജോയിസ്റ്റ് ഒക്കെ ചെയ്തതിന് ശേഷം അവിടെ ഒരു കോഴ്സ് ഈ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു 15/75/25 സെൻറ്റിമീറ്റർ സൈസുള്ള ബ്രിക്ക് നമ്മൾ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ദെൻ എന്നിട്ട് തന്നെ നമ്മൾ മോട്ടാർ വെച്ചൊക്കെ ഫില്ല് ചെയ്യും. ദെൻ അതിന് നമ്മൾ ആ ഒരു കോഴ്സ് സെറ്റായതിനു ശേഷം അതിൻ്റെ പുറത്തുകൂടി അല്ലെങ്കിൽ ആ ഒരു ബ്രിക്ക്, അതായത് 15/75/25 സെൻറ്റിമീറ്റർ സൈസുള്ള ബ്രിക്ക് ലേ ചെയ്തതിന് ശേഷം മോട്ടാറൊക്കെ വെച്ച് നമ്മളതിനെ ഫില്ല് ചെയ്യുന്നു. ദെൻ ആ ഒരു കോഴ്സ് സെറ്റായതിനു ശേഷം നമ്മൾ ബ്രിക്ക് ബാറ്റ് വെച്ചിട്ട് ഒരു കോൺക്രീറ്റ് നമ്മൾ അതിൽ ലേ ചെയ്യും. ഓക്കെ, ആ ഒരു കോൺക്രീറ്റ് നമ്മൾ ലേ ചെയ്യും. ഒരു കോഴ്സ് നമ്മൾ ആ ഒരു കോൺക്രീറ്റ് നമ്മൾ ലേ ചെയ്യും. ആ കോൺക്രീറ്റിൻ്റെ തിക്നെസ് പറയുന്നത് 75 mm ആണ് ആ ഒരു കോൺക്രീറ്റിൻ്റെ തിക്നെസ് പറയുന്നത്. ഓക്കെ,
ആ ഒരു കോൺക്രീറ്റ് ആണ് ഈ ഒരു 3 ദിവസം സെറ്റ് ആവാൻ വേണ്ടി. സോ ആ ഒരു കോൺക്രീറ്റിൻ്റെ കാര്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ആ ഒരു കോൺക്രീറ്റ് സെറ്റ് ആവാൻ വേണ്ടി 3 ദിവസം വരെ എടുക്കും. ഓക്കെ, അപ്പം ആ ഒരു പോയിന്റ്സ് ഓർത്തിരിക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മച്ച് സർഫേസ് സ്ലോപ്പ് ഈസ് പ്രൊവൈഡഡ് ഇൻ ബംഗാൾ ടെറൈസ് റൂഫ്? ബംഗാൾ ടെറൈസ് റൂഫിൽ പ്രൊവൈഡ് ചെയ്യുന്ന സ്ലോപ്പാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ 5 to 7 സെൻറ്റിമീറ്റർ ഉണ്ട്, 8 to 10 സെൻറ്റിമീറ്റർ ഉണ്ട്, 13 to 15 സെൻറ്റിമീറ്റർ ഉണ്ട്, 18 to 20 സെൻറ്റിമീറ്റർ ഉണ്ട്. ഏതാണ് ആൻസർ? ബംഗാൾ ടെറൈസ് റൂഫിൻ്റെ ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി 13 to 15 സെൻറ്റിമീറ്റർ ആണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, ഈ ഒരു ഞാനിപ്പോൾ നിമിയിൽ ഇപ്പോൾ ഈ ബംഗാൾ ടെറൈസ് റൂഫ് ആയാലും മദ്രാസ് ടെറൈസ് റൂഫ് ആയാലും ബാക്കി നിമിയിലുള്ള പോയിന്റ്സ് പറയാത്തത് ആ റൂഫ് എങ്ങനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നു എന്നതിനെ പറ്റിയാണ് ബാക്കി പോയിന്റ്സ് നിമിയിൽ പറയുന്നത്. ഓക്കെ, പ്രധാനമായിട്ടുള്ള പോയിന്റ്സ് വെച്ചിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ബാക്കി റിലേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് പറയുന്നത്. ഓക്കെ, ഈ ഒരു ബംഗാൾ ടെറൈസ് റൂഫ് എടുത്തു കഴിഞ്ഞാലും അതിൽ ഈ ഒരു പോയിന്റാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു സ്ലോപ്പ് വരുന്നത് 13 to 15 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ നമ്മൾ നേരത്തെ കണ്ട മദ്രാസ് ടെറൈസ് റൂഫിൽ അതിൻ്റെ ആ ഒരു മദ്രാസ് ടെറൈസ് റൂഫിൻ്റെ ആ ഒരു കോൺക്രീറ്റ് സെറ്റ് ആവാൻ കൊടുക്കുന്ന സമയം എന്ന് പറയുന്നത് 3 days ആണ്. അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ കണ്ടല്ലോ, നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ബ്രിക്കിൻ്റെ സൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 15/75/25 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ബ്രിക്ക് ബാറ്റ് കോൺക്രീറ്റ് തിക്നെസ് ജനറലി അഡോപ്റ്റഡ് ഫോർ മദ്രാസ് ടെറൈസ് റൂഫ്? ഓക്കെ, ഇതിൻ്റെ ഈ ഒരു തിക്നെസ് ആണ് ഞാൻ നേരത്തെയും പറഞ്ഞത്. ആ ഒരു മദ്രാസ് ടെറൈസ് റൂഫിൽ നമ്മൾ ആ ഒരു ബ്രിക്ക് ബാറ്റ് വെച്ചിട്ട് കോൺക്രീറ്റ് ചെയ്യും. അതിൻ്റെ തിക്നെസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷനിൽ 125 mm ഉണ്ട്, 100 mm ഉണ്ട്, 75 mm ഉണ്ട്, 60 mm ഉണ്ട്. ഏതാണ് ആൻസർ? ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 75 mm ആണ്. ഓക്കെ, ഞാൻ ആ ഒരു കാര്യം ഒന്നുകൂടെ പറയാം. നമ്മൾ ഈ മദ്രാസ് ടെറൈസ് റൂഫ് ചെയ്യുമ്പോൾ ആ ജോയിസ്റ്റൊക്കെ നമ്മൾ വെച്ചതിന് ശേഷം ഒരു കോഴ്സ് ഈ പറഞ്ഞ സൈസ്, അതായത് 15/75/25 സെൻറ്റിമീറ്റർ സൈസിലുള്ള ബ്രിക്ക് വെച്ചിട്ട് നമ്മളൊരു കോഴ്സ് അവിടെ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ ഒരു ബ്രിക്കിനെ നമ്മൾ മോട്ടാറൊക്കെ വെച്ച് ഫില്ല് ചെയ്യും. ദെൻ ആ ഒരു കോഴ്സ് സെറ്റായതിനു ശേഷം നമ്മൾ ഈ ഒരു ബ്രിക്ക് ബാറ്റ് കോൺക്രീറ്റ് ലേ ചെയ്യും. ആ ബ്രിക്ക് ബാറ്റ് കോൺക്രീറ്റിൻ്റെ തിക്നെസ് ആണ് 75 mm എന്ന് പറയുന്നത്. ആ കോൺക്രീറ്റ് ആണ് സെറ്റാവാൻ വേണ്ടിയിട്ട് 3 ദിവസം സമയം വേണമെന്ന് പറഞ്ഞത്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഓഫ് ജോയിസ്റ്റ് ഇൻ ബ്രിക്ക് കോൺക്രീറ്റ് ടെറൈസ് റൂഫ്? ബ്രിക്ക് കോൺക്രീറ്റ് ടെറൈസ് റൂഫിൽ നമ്മൾ സെൻറ്റർ ടു സെൻറ്റർ ജോയിസ്റ്റിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ 30 സെൻറ്റിമീറ്റർ ഉണ്ട്, 45 സെൻറ്റിമീറ്റർ ഉണ്ട്, 50 സെൻറ്റിമീറ്റർ ഉണ്ട്, 75 സെൻറ്റിമീറ്റർ ഉണ്ട്. ഏതാണ് ആൻസർ? ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ 30 സെൻറ്റിമീറ്റർ ആണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ട്രസ് കൺസിസ്റ്റ് ഓഫ് വുഡൻ മെമ്പർ ആൻഡ് സ്റ്റീൽ ഓർ റോട്ട് അയൺ മെമ്പർ? ഏത് ട്രസ്സിലാണ് വുഡൻ മെമ്പറും സ്റ്റീൽ അല്ലെങ്കിൽ റോട്ട് അയൺ മെമ്പറും ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ ട്രങ്കേറ്റഡ് ട്രസ് ഉണ്ട്, കോമ്പോസൈറ്റ് ട്രസ് ഉണ്ട്, കോമ്പൗണ്ട് ട്രസ് ഉണ്ട്, കിങ് ആൻഡ് കോയിൻ പോസ്റ്റ് ട്രസ് ഉണ്ട്. ഏതാണ് ആൻസർ? ഏതാണടാ? ഏത് ട്രസ്സിലാണ് ഇതെല്ലാം ഉള്ളത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി കോമ്പോസിറ്റ് ട്രസ്സിലാണ് ആ ഒരു വുഡൻ മെമ്പറും അതുപോലെ സ്റ്റീൽ അല്ലെങ്കിൽ റോട്ട് അയൺ മെമ്പറും ഉള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ട്രസ് കൺസിസ്റ്റ് ഓഫ് തിൻ ടിമ്പർ സെക്ഷൻ അറ്റ് ഇറ്റ്സ് ടോപ്പ് കോഡ് കർവ്? വിച്ച് ട്രസ് കൺസിസ്റ്റ് ഓഫ് തിൻ ടിമ്പർ സെക്ഷൻ അറ്റ് ഇറ്റ്സ് ടോപ്പ് കോഡ് കർവ്? അതിൻ്റെ ഒരു ടോപ്പ് കോഡ് കർവിൽ ഏത് ട്രസ്സിലാണ് ആ ഒരു കർവ്ഡ് ആയിട്ടുള്ള ഒരു തിൻ ടിമ്പർ പീസ് ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ ട്രങ്കേറ്റഡ് ട്രസ് ഉണ്ട്, ബോ സ്ട്രിങ് ട്രസ് ഉണ്ട്, ബെൽഫാസ്റ്റ് ട്രസ് ഉണ്ട്, മൻസാർഡ് റൂഫ് ട്രസ് ഉണ്ട്. ഏതാണ് ആൻസർ? ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ബെൽഫാസ്റ്റ് ട്രസ് ആണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, ആ ഒരു പോയിന്റ് ഇവിടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബെൽഫാസ്റ്റ് ട്രസ്, ദിസ് ട്രസ് ഈസ് ഇൻ ദ ഫോം ഓഫ് ബോ which consists of thin section of timber which its top chord curved. If the roof covering is light roof truss can be used up to 30 meter span. അവിടെ സ്പാൻ ഉണ്ട്, 30 മീറ്റർ ആണ് സ്പാൻ പറയുന്നത്. The roof truss is also known as എന്തെന്ന് പറയുന്നു? ലാറ്റീസ്ഡ് റൂഫ് എന്ന് പറയുന്നു. ഓക്കെ, എന്തോന്നാണ്?
ആ ഒരു ബെൽഫാസ്റ്റ് ട്രസ്സിൻ്റെ ആ ഒരു റൂഫ് ട്രസ്സിൻ്റെ മറ്റൊരു പേരെന്താണ്? ലേറ്റീസ്ഡ് റൂഫ് ട്രസ് എന്ന് പറയുന്നു. ഓക്കെ, ലേറ്റീസ്ഡ് റൂഫ് ട്രസ് എന്ന് പറയുന്നു. ഓക്കെ, ഇനി ആ ഒരു റൂഫ് ട്രസ്സിൻ്റെ ഫിഗർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ്. ഓക്കെ, ഇവിടെ ഒരു കർവ്ഡ് ആയിട്ടുള്ള ഭാഗം കാണാം. ഓക്കെ, ഇതാണ് ബെൽഫാസ്റ്റ് ട്രസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മാക്സിമം സ്ലോപ്പ് ഗിവൺ ടു ദ ഫ്ലാറ്റ് റൂഫ്? ഫ്ലാറ്റ് റൂഫിൽ നമ്മൾ കൊടുക്കുന്ന മാക്സിമം സ്ലോപ്പ് എത്രയാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷനിൽ 5 ഡിഗ്രി ഉണ്ട്, 6 ഡിഗ്രി ഉണ്ട്, 8 ഡിഗ്രി ഉണ്ട്, 10 ഡിഗ്രി ഉണ്ട്. ഏതാണ് ആൻസർ? ഫ്ലാറ്റ് റൂഫാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 10 ഡിഗ്രി, 10 ഡിഗ്രിയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് റൂഫ് ഈസ് യൂസ്ഫുൾ വിച്ച് റൂഫ് ഈസ് യൂസ്ഫുൾ ദാറ്റ് ഈസ് പ്രൊവൈഡഡ് ഓൺ സർക്കുലാർ ബ്രിക്ക്? സർക്കുലാർ ബ്രിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് റൂഫ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷനിൽ ബാരൽ വാൾട്ട് ഷെൽ റൂഫുണ്ട്, സ്റ്റീൽ ഫ്രെയിം ഡോം ഉണ്ട്, ബെൽഫാസ്റ്റ് റൂഫുണ്ട്, ബോസ്ട്രിങ് റൂഫുണ്ട്. ഏതാണ് ആൻസർ? ആൻസർ ഏതാണടാ? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ബാരൽ വാൾട്ട് ഷെൽ റൂഫാണ് ആ ഒരു സർക്കുലാർ ബ്രിക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സ്ലോപ്പ് യൂഷ്വലി ഗിവൺ ഓൺ RCC ഫ്ലാറ്റ് റൂഫ്? RCC ഫ്ലാറ്റ് റൂഫിൽ നമ്മൾ കൊടുക്കുന്ന സ്ലോപ്പ് ഏതാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷനിൽ 1/15 ഉണ്ട്, 1/20 ഉണ്ട്, 1/60 ഉണ്ട്, 1/130 ഉണ്ട്. ഏതാണ് ആൻസർ? RCC ഫ്ലാറ്റ് റൂഫിൻ്റെ ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി 1/60, 1/60 ആണ് RCC ഫ്ലാറ്റ് റൂഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. ഇനി ഫ്ലാറ്റ് റൂഫ് ആണെങ്കിലോ? നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടല്ലോ, ഫ്ലാറ്റ് റൂഫ് ആണെങ്കിൽ അവിടെ വരുന്നത് 10 ഡിഗ്രി. ഓക്കെ, 10 ഡിഗ്രിയാണ് അവിടുത്തെ സ്ലോപ്പ് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഓഫ് ബാറ്റൺസ് ഇൻ ബംഗാൾ ടെറൈസ് റൂഫ്? ബംഗാൾ ടെറൈസ് റൂഫിൽ ബാറ്റൺസ് തമ്മിലുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ 15 സെൻറ്റിമീറ്റർ ഉണ്ട്, 20 സെൻറ്റിമീറ്റർ ഉണ്ട്, 25 സെൻറ്റിമീറ്റർ ഉണ്ട്, 30 സെൻറ്റിമീറ്റർ ഉണ്ട്. ഏതാണ് ആൻസർ? ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 15 സെൻറ്റിമീറ്റർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഈ ഒരു ബംഗാൾ ടെറൈസ് റൂഫിൽ നമ്മൾ ബാറ്റൺസ് പ്രൊവൈഡ് ചെയ്യുന്ന സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 15 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഓഫ് റാഫ്റ്റേഴ്സ് ഇൻ ബംഗാൾ ടെറൈസ് റൂഫ്? റാഫ്റ്ററിൻ്റെ ബംഗാൾ ടെറൈസ് റൂഫിൽ തന്നെ റാഫ്റ്റർ പ്രൊവൈഡ് ചെയ്യുന്ന സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ 20 സെൻറ്റിമീറ്റർ ഉണ്ട്, 30 സെൻറ്റിമീറ്റർ ഉണ്ട്, 40 സെൻറ്റിമീറ്റർ ഉണ്ട്, 50 സെൻറ്റിമീറ്റർ ഉണ്ട്. ഏതാണ് ആൻസർ? ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 30 സെൻറ്റിമീറ്റർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ അത്രയാണ് ആ ഒരു ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ആ ഒരു റൂഫിലുള്ള ടെക്നിക്കൽ ടേംസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ആദ്യത്തേതാണ് സ്പാൻ എന്ന് പറഞ്ഞാൽ അറിയാം. എന്താണ് സ്പാൻ എന്ന് പറഞ്ഞാൽ? 2 ഫേസ് വാളുകൾ തമ്മിലുള്ള ഇൻറ്റേർണൽ ഡിസ്റ്റൻസിനെയാണ് ഹൊറിസോണ്ടൽ ഇൻറ്റേർണൽ ഡിസ്റ്റൻസിനെയാണ് എന്തോന്ന് പറയുന്നത്? സ്പാൻ എന്ന് പറയുന്നത്. ഓക്കെ, സ്പാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇൻറ്റേർണൽ ഫേസസ് ഓഫ്. ഇത് നിമ്മിയിലുള്ള സെയിം പോയിന്റ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. സ്പാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇൻറ്റേർണൽ ഫേസസ് ഓഫ് വാളാണ്. ഓക്കെ, ദെൻ റൈസ് എന്ന് പറയാൻ എന്താണ്? റൈസ് എന്ന് പറഞ്ഞാൽ ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടോപ്പ് ഓഫ് റിഡ്ജ് പീസ് ആൻഡ് വാൾ പ്ലേറ്റ്. ഓക്കെ, റിഡ്ജ് പീസിൻ്റെ ടോപ്പ് മുതൽ വാൾ പ്ലേറ്റ് വരെയുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് റൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ വാൾ പ്ലേറ്റും അതുപോലെ റിഡ്ജ് പീസ് എന്നൊക്കെ എന്താണെന്ന് അറിയാമല്ലോ. റിഡ്ജ് പീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതൊരു ട്രസ് ആണെങ്കിൽ ഇവിടെ നമ്മൾ ടോപ്പിൽ വയ്ക്കുന്നതാണ് റിഡ്ജ് പീസ്. ഓക്കെ, ഇവിടെ ബോട്ടത്തിൽ ചുമരിനോട് അവിടെ വയ്ക്കുന്നതാണ് നമ്മൾ വാൾ പ്ലേറ്റ് എന്ന് പറയുന്നത്. അത് തമ്മിലുള്ള ആ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് എന്തോന്ന് പറയുന്നത്? റൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ റിഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വുഡൻ മെമ്പർ പ്രൊവൈഡഡ് ഇൻ റിഡ്ജ് ലൈനിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന വുഡൻ മെമ്പറിനെയാണ് എന്തോന്ന് പറയുന്നത്? റിഡ്ജ് എന്ന് പറയുന്നത്. ദെൻ റാഫ്റ്റർ എന്ന് പറഞ്ഞാൽ മെമ്പേഴ്സ് വിത്ത് സപ്പോർട്ട് എക്സ്റ്റെൻഡ് ഫ്രം ഈവ്സ് ടു റിഡ്ജ്. ഓക്കെ, ഈ ഒരു സെയിം പോയിന്റ് ആണ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. റാഫ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്റ്റെൻഡ് ഫ്രം ഈവ്സ് മുതൽ റിഡ്ജ് വരെയുള്ള
എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു സപ്പോർട്ടിംഗ് മെമ്പറാണ് റാഫ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്പാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇന്റേണൽ ഫേസസ് ഓഫ് വാൾ. ദെൻ റൈസ് എന്ന് പറഞ്ഞാൽ റിഡ്ജ് ബീസും വാൾ പ്ലേറ്റും തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിനാണ് റൈസ് എന്ന് പറയുന്നത്. ദെൻ റിഡ്ജ് എന്ന് പറഞ്ഞാൽ റിഡ്ജ് ലൈനിൽ നമ്മൾ കൊടുക്കുന്ന വുഡൻ മെമ്പറിനെയാണ് റിഡ്ജ് എന്ന് പറയുന്നത്. റാഫ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈവ്സ് മുതൽ റിഡ്ജ് വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സപ്പോർട്ടിംഗ് മെമ്പറിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? റാഫ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത് വരുന്നത് കോമൺ റാഫ്റ്റർ. കോമൺ റാഫ്റ്റർ എന്ന് പറഞ്ഞാൽ റാഫ്റ്റർ വിച്ച് സപ്പോർട്ട് റൂഫ് കവറിങ് ആൻഡ് എക്സ്റ്റെൻഡ് ഫ്രം ഈവ്സ് ടു റിഡ്ജ്. ഓക്കെ, കോമൺ റാഫ്റ്ററിൻ്റെ കാര്യമാണ് പറയുന്നത്. കോമൺ റാഫ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? റൂഫ് കവറിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, റൂഫ് കവറിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? കോമൺ റാഫ്റ്ററാണ്. അതുപോലെ എക്സ്റ്റെൻഡ് ഫ്രം ഈവ്സ് ടു റിഡ്ജ്. ഓക്കെ, ഈവ്സ് മുതൽ റിഡ്ജ് വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് ഏതാണ്? കോമൺ റാഫ്റ്ററാണ്. ഓക്കെ, ദെൻ പ്രിൻസിപ്പൽ റാഫ്റ്റർ ആണെങ്കിലോ? പ്രിൻസിപ്പൽ റാഫ്റ്റർ വിത്ത് സപ്പോർട്ട് പർലിൻ. പ്രിൻസിപ്പൽ റാഫ്റ്റർ എന്താണ്? പ്രിൻസിപ്പൽ റാഫ്റ്റർ വിത്ത് സപ്പോർട്ട് പർലിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് പ്രിൻസിപ്പൽ റാഫ്റ്റർ എന്ന് പറയുന്നത്. ഈ പ്രിൻസിപ്പൽ റാഫ്റ്റർ എന്തിലുള്ള മെമ്പറാണ്? ട്രസ്സിലുള്ള ഇംഗ്ലണ്ട് മെമ്പറാണ് എന്തോന്ന് പറയുന്നത്? പ്രിൻസിപ്പൽ റാഫ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, പ്രിൻസിപ്പൽ റാഫ്റ്റർ എന്ന് പറഞ്ഞാൽ റാഫ്റ്റർ വിത്ത് സപ്പോർട്ട് പർലിനാണ്. അതുപോലെ പ്രിൻസിപ്പൽ റാഫ്റ്റർ എന്തിലുള്ള മെമ്പറാണ്? ട്രസ്സിലുള്ള മെമ്പറിനെയാണ് പ്രിൻസിപ്പൽ റാഫ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് ജാക്ക് റാഫ്റ്റർ. ജാക്ക് റാഫ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? റാഫ്റ്റർ ഷോർട്ടർ ദാൻ കോമൺ റാഫ്റ്ററിനേക്കാളും ഷോർട്ടറായ റാഫ്റ്ററിനെയാണ് ജാക്ക് റാഫ്റ്റർ എന്ന് പറയുന്നത്. ദെൻ ഹിപ്പ് റാഫ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിപ്പ് റാഫ്റ്റർ എന്ന് പറഞ്ഞാൽ റാഫ്റ്റർ പ്രൊവൈഡഡ് ഓൺ ദ ജംഗ്ഷൻ ഓഫ് ടു സ്ലോപ്പ്. ഓക്കെ, ആ സെയിം പോയിന്റ് ആണ്. ജംഗ്ഷൻ ഓഫ് ടു സ്ലോപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്ന റാഫ്റ്റർ ഏതാണ്? ഹിപ്പ് റാഫ്റ്ററാണ്. ഓക്കെ, ദെൻ ബാറ്റൺ എന്ന് പറഞ്ഞാൽ എന്താണ്? വുഡൻ പ്ലാങ്ക് ഓൺ വിച്ച് റൂഫ് കവറിങ് ഈസ് ഫിക്സ്ഡ്. ഒരു റൂഫ് കവറിങ് ഫിക്സ് ചെയ്യുന്ന ഒരു വുഡൻ പ്ലാങ്കിനെയാണ് എന്തോന്ന് പറയുന്നത്? ബാറ്റൺ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് ക്ലീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മാൾ വുഡൻ ബ്ലോക്ക് ഫിക്സഡ് ഓൺ പ്രിൻസിപ്പൽ റാഫ്റ്റർ ടു പ്രിവെൻറ്റ് പർലിൻ ഫ്രം സ്ലൈഡിങ്. ഓക്കെ, ക്ലീറ്റിൻ്റെ ക്യാരക്ടർ എന്താണ്? പർലിൻ സ്ലൈഡിങ്ങിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യുക. പർലിങ്ങിനെ സ്ലൈഡിങ്ങിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യുന്നത് ആരാണ്? ക്ലീറ്റ് ആണ്. ഓക്കെ, ക്ലീറ്റ് ആണ്. ദെൻ പിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻക്ലിനേഷൻ ഓഫ് റൂഫിൻ്റെ ഇൻക്ലിനേഷനെയാണ് പിച്ച് എന്ന് പറയുന്നത്. ദെൻ അടുത്ത പർലിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ മെമ്പർ ഫിക്സ്ഡ് ഓൺ പ്രിൻസിപ്പൽ റാഫ്റ്റർ എലോങ് ദ ലെങ്ത് ഓഫ് റൂഫ് ടു കേരി കോമൺ റാഫ്റ്റർ. ഈ പർലിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ മെമ്പർ ഫിക്സ്ഡ് ഓൺ പ്രിൻസിപ്പൽ റാഫ്റ്ററിലാണ് നമ്മളത് ഫിക്സ് ചെയ്യുന്നത്. ദെൻ എലോങ് ദ ലെങ്ത് ഓഫ് റൂഫ് കേരി കോമൺ റാഫ്റ്റർ. ഇത് കോമൺ റാഫ്റ്ററിനെ കേരി ചെയ്യുന്നു. ഓർ റൂഫ് കവറിങ്. കോമൺ റാഫ്റ്ററിനെ അല്ലെങ്കിൽ റൂഫ് കവറിങ്ങിനെ അത് കേരി ചെയ്യുന്നു. അതാണ് പർലിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഞാനിവിടെ നിങ്ങൾക്കൊരു ജസ്റ്റ് ഒരു ഫിഗർ കാണിച്ചു തരാം. ഇതൊരു ട്രസ്സാണ് സങ്കല്പിച്ചത്. ഓക്കെ, ഇതൊരു ട്രസ്സാണ്. ഇതുപോലെ ഇങ്ങനെ കുറേ ഒരു ട്രസ്സുണ്ട്. ഓക്കെ, ദെൻ ഈ ട്രസ്സിലുള്ള ഈ ഒരു ഇംഗ്ലണ്ട് മെമ്പറിനെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത്? ഈ ഒരു ഇംഗ്ലണ്ട് മെമ്പറിനെയാണ് പ്രിൻസിപ്പൽ റാഫ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഇംഗ്ലണ്ട് മെമ്പറിനെയാണ് എന്തോന്ന് പറയുന്നത്? പ്രിൻസിപ്പൽ റാഫ്റ്റർ എന്ന് പറയുന്നത്. ദെൻ ഇങ്ങനെ പോകുന്നതാണ്. ഓക്കെ, ഇവിടെ ഈ ഒരു കോർണർ. ഓക്കെ, ഈ ഒരു കോർണറിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നതാണ് റിഡ്ജ് ലൈൻ അല്ലെങ്കിൽ റിഡ്ജ് എന്ന് പറയുന്നത്. ദെൻ ഈ റിഡ്ജിൽ നിന്ന് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്ന മെമ്പറിനെയാണ് എന്തോന്ന് പറയുന്നത്? കോമൺ റാഫ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, കോമൺ റാഫ്റ്റർ എന്ന് പറയുന്നത്. ദെൻ അതുപോലെ നമ്മൾ ഈ ട്രസ്സിനെ കണക്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഹൊറിസോണ്ടൽ മെമ്പർ കൊടുക്കും. ഓക്കെ, ട്രസ്സിനെ കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ ഹൊറിസോണ്ടൽ മെമ്പർ കൊടുക്കും. അതിനെയാണ് എന്തോന്ന് പറയുന്നത്? പർലിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഹൊറിസോണ്ടൽ മെമ്പറിനെയാണ് എന്തോന്ന് പറയുന്നത്? പർലിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റൂഫ് ട്രസ്സിലുള്ള ഇംഗ്ലണ്ട് മെമ്പറിനെയാണ് പ്രിൻസിപ്പൽ റാഫ്റ്റർ എന്ന് പറയുന്നത്. നമ്മൾ അത് കഴിഞ്ഞ് ഈ ഒരു ഇംഗ്ലണ്ട് മെമ്പറിനെയാണ് എന്തോന്ന് പറയുന്നത്? കോമൺ റാഫ്റ്റർ എന്ന് പറയുന്നത്. ദെൻ പ്രിൻസിപ്പൽ റാഫ്റ്ററിനെ കണക്ട് ചെയ്യുന്ന ഈ ഒരു ഹൊറിസോണ്ടൽ മെമ്പറിനെയാണ് എന്തോന്ന് പറയുന്നത്? പർലിൻ എന്ന് പറയുന്നത്. ഓക്കെ, പർലിൻ എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി നമുക്ക് നോക്കാം. ദെൻ നെക്സ്റ്റ് വരുന്നത് ഈവ് ബോർഡ് എന്ന് പറഞ്ഞാൽ പ്രൊജക്ഷൻ ഓഫ് റൂഫ് ബിയോണ്ട് ദ സർഫേസ് ഓഫ് വാൾ ഈസ് ഈവ്സ് ആൻഡ് ദ വുഡൻ ബോർഡ് വിത്ത് കവേഴ്സ് ദ എൻഡ് ഓഫ് കോമൺ റാഫ്റ്റർ. അതായത് നമ്മൾ റൂഫിൻ്റെ സ്ലോപ്പ് ഉണ്ടല്ലോ, അതായത് ഇങ്ങനെ വരുന്ന റൂഫിൻ്റെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു പോർഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈവ് ബോർഡ്. അതാണ് പറയുന്നത് പ്രൊജക്ഷൻ ബിയോണ്ട് ദ സർഫേസ് ഓഫ് വാൾ. ഓക്കെ, വാളിൻ്റെ സർഫേസിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും.
അതൊരു ആ ഒരു കോമൺ ഡ്രാഫ്റ്റിൻ്റെ എൻഡിനെ അതൊരു കവർ ചെയ്യും. ഓക്കെ, ആ ഒരു കവർ ചെയ്യുന്ന വുഡൻ ബോർഡിനെയാണ് എന്തോന്ന് പറയുന്നത്, ഈവ് ബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈവ് ബോർഡ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ടൈമാണ് വേലി. വേലി എന്ന് പറഞ്ഞാൽ വെൻ ടു സ്ലോപ്പ് മീറ്റ് ടുഗദർ മേക്ക് ആൻ ഇൻറ്റേർണൽ ആംഗിൾ. വെൻ ടു സ്ലോപ്പ്, രണ്ട് സ്ലോപ്പ് മീറ്റ് ചെയ്യുന്ന ഒരു ഇൻറ്റേർണൽ ആംഗിളിനെയാണ് നമ്മൾ വേലി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് വാൾ പ്ലേറ്റ്. വാൾ പ്ലേറ്റ് നമുക്കറിയാം, എ ലോങ് വുഡൻ മെമ്പർ എംബഡഡ് ഓൺ ടോപ്പ് ഓഫ് വാൾ ടു റിസീവ് കോമൺ ഡ്രാഫ്റ്റ്. വാളിൻ്റെ ടോപ്പിൽ കോമൺ ഡ്രാഫ്റ്റിന് റിസീവ് ചെയ്യാൻ കൊടുക്കുന്ന വുഡൻ മെമ്പറിനെയാണ് വാൾ പ്ലേറ്റ് എന്ന് പറയുന്നത്. ദെൻ ബാർജ് ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാർജ് ബോർഡ് എന്ന് പറഞ്ഞാൽ ദ വുഡൻ പ്ലാങ്ക് ഓർ ബോർഡ് വിച്ച് ആർ ഓൺ ദ ഗേബിൾ എൻഡ് ഓഫ് ദ റൂഫ്. ഓക്കെ, ആ ഒരു ഗേബിൾ റൂഫിൻ്റെ എൻഡിൽ പ്രൊവൈഡ് ചെയ്യുന്ന വുഡൻ പ്ലാങ്ക്സിനെയാണ് നമ്മൾ ബാർജ് ബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് വെർജ്. വെർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ എഡ്ജ് ഓഫ് എ റൂഫ് റണ്ണിങ് ബിറ്റ്വീൻ ദ ഈവ്സ് ആൻഡ് റിഡ്ജ്. ഓക്കെ, വെർജ് എന്ന് പറഞ്ഞാൽ എന്താണെടാ? ദ എഡ്ജ് ഓഫ് എ റൂഫ് റണ്ണിങ് ബിറ്റ്വീൻ ദ ഈവ്സ് ആൻഡ് റിഡ്ജ്. ഓക്കെ, ദെൻ ഗേബിൾ എന്താണെന്ന് അറിയാം, ട്രയാങ്കുലർ അപ്പർ പാർട്ട് ഓഫ് എ വാളാണ്. ദെൻ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, ആ ഒരു ട്രസ്സിനെ റിസീവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡ്രസ്സിനെ ഹോൾഡ് ചെയ്യുന്ന ആ ഒരു പീസിനെയാണ് നമ്മൾ ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ സ്ക്വയർ ഓർ റെക്ടാങ്കുലർ ബ്ലോക്ക് ഓഫ് സ്റ്റോൺ ഓർ കോൺക്രീറ്റ് പ്ലേസ്ഡ് അണ്ടർ ബീം ഓർ ട്രസ്. ഓക്കെ, ബീം ഓർ ട്രസ് ആണ് ടു സ്പ്രെഡ് ദ ലോഡ് ഓവർ എ ലാർജ് ഏരിയ ഓഫ് ദ വാൾ. ഓക്കെ, ആ ഒരു ട്രസ്സിൽ നിന്ന് വരുന്ന ലോഡ് ഈ ഒരു ടെംപ്ലേറ്റ് ആണ് താഴോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്ത് ക്ലീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലീറ്റ് എന്ന് പറഞ്ഞാൽ പർളിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെമ്പറാണ് ക്ലീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പർളിനെ സ്ലൈഡിങ്ങിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുന്ന പേരാണ് ക്ലീറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ടോപ്പിക്ക്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കണം. താങ്ക് യു.